കൊച്ചുമോളുണ്ട്, 2.5 വയസ്സാകുന്നു. ഇളയ മോള് ക്രിസ്റ്റീന ഗോപിനാഥ് കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജിൽ MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് അയർലൻഡിൽ പോയി MSc സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ച് അവിടുത്തെ ആ രാജ്യത്തെ ബ്രോഡ്ബാൻഡ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. തിരുവല്ല നിരണത്തു നിന്ന് ഒരു മോനെ അവൾക്ക് വേണ്ടി ദൈവം ഒരുക്കി. 2 വർഷത്തെ അടുത്താകുന്നു, വിവാഹം കഴിഞ്ഞു. അവന് ഇലക്ട്രോണിക് എഞ്ചിനീയറായിട്ട് അവിടെ തന്നെ. അവർ അയർലൻഡ് ഡബ്ലിനിൽ സെറ്റിലായിരിക്കുന്നു. ഇത് വളരെ ഹൃദയത്തിൽ നിന്ന് പറയാൻ കഴിയും. ദൈവം കനിഞ്ഞു നൽകിയ ഭാര്യ, കനിഞ്ഞു നൽകിയ 2 പെൺകുഞ്ഞുങ്ങൾ, ദൈവം മുന്നമേ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന 2 ആൺ പൈതങ്ങൾ. പിന്നെ കൊച്ചുമോടെ കാര്യം ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല, അത് നല്ലതാണോ ചീത്തയാണെന്ന്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയിട്ട് നല്ലതൊന്നും പറയാൻ പറ്റുന്നില്ല. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്നൊരു പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 11-32. അത് ഞാൻ തന്നെ ഇപ്പോൾ വായിക്കാം. മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പിന്നീട് ചില വാക്യങ്ങൾ വായിക്കേണ്ടി വരും. അന്നേരം സഹോദരങ്ങളെ സാധാരണ ചെയ്യുന്ന പോലെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ പോർഷൻ ഞാൻ തന്നെ ഒന്ന് വായിക്കാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ലൂക്കോസ് ചാപ്റ്റർ 15 വേഴ്സ് 11-32. നമുക്ക് അറിയാവുന്ന ഭാഗമല്ലേ? സോറി, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഞാനങ്ങ് വായിക്കാം. പിന്നെയും അവൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞ കാര്യമാണല്ലോ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്തെ കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്ക്കാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോട്, വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ, നാം തിന്ന് ആനന്ദിക്ക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോടടുത്തപ്പോൾ വാദ്യഘോഷവും നൃത്തവും ഒക്കെ കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്താന്ന് ചോദിച്ചു. അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു അകത്തു കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനെ അപേക്ഷിച്ചു. അവനോട്, ഈ കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ നിന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല.
വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴൊക്കെയോ തടിച്ച കാളക്കുട്ടിയെ അവനു വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. കുറിച്ചാ ഇത്രയും വലിയൊരു പോർഷനൊക്കെ വായിക്കുമ്പോൾ ഒരു 5-6 മണിക്കൂർ പ്രസംഗിക്കണ്ടേ? ഈ ഭാഗം കുഞ്ഞുങ്ങൾക്ക് വരെ പരിചയമുള്ളൊരു ഭാഗമാണ്. ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിന് ടൈറ്റിൽ, ഈ ഉപമ വായിക്കുമ്പോൾ നമുക്കിതിനൊരു ടൈറ്റിൽ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്താ അതിൻ്റെ ടൈറ്റിൽ, ഹെഡിങ് എന്തായിരിക്കും? മുടിയൻ പുത്രൻ്റെ ഉപമ. ഓക്കെ, ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇപ്പോൾ വായിച്ചിട്ടോ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ വായിച്ചപ്പോൾ ഈ മുടിയൻ പുത്രൻ എന്നുള്ള പേര് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഈ ഉപമ പറഞ്ഞ കർത്താവ് മുടിയൻ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആരെക്കുറിച്ചാണ് ഈ മുടിയൻ പുത്രൻ എന്ന് പറയുന്നത്? ഒരപ്പന് 2 മക്കളുണ്ട്. ഈ 2 മക്കളിൽ ആരെയാണ് നമ്മളിപ്പോൾ ഈ മുടിയൻ പുത്രൻ എന്ന് വിചാരിച്ചേക്കുന്നത്? നമ്മൾ ഈ വിധിക്കാനൊക്കെ ജഡ്ജ് നോട്ട്, മുൻവിധിക്കരുന്ന് വേദവസം ഉണ്ടെങ്കിലും നമ്മൾ അതിന് അഗ്രഗണ്യന്മാരാ വിധിക്കുന്നതിന്, അല്ലേ? നമുക്ക് വെറുതെ വിധിക്കുകയാണ്. ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നാൽ വെറുതെ തെണ്ടി നടക്കുക, ഇവനൊക്കെ ആരാ? അല്ലെങ്കിലോ, അല്ലേ? എന്തിനാ നമ്മൾ വിധിക്കുന്നത്? ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, പൊക്കോട്ടെ, അല്ലേ? നമ്മളായിട്ട് വിധിക്കണ്ട. അതങ്ങനെ അല്ലെങ്കിലോ നമ്മൾ വിചാരിച്ചതുപോലെ നിങ്ങൾ വിധിക്കരുത് എന്ന് വേദവസം പറയുന്നുണ്ട്. അപ്പം നമ്മൾ വെറുതെ എന്തിനാ ഈ പാവം പിടിച്ച സഹോദരനെ വിധിക്കുന്നത്? ഇതിൽ ആരെയാണ് നമ്മൾ ഇങ്ങനെ വിധി കൽപ്പിച്ചിരിക്കുന്നത് മുടിയൻ പുത്രനായിട്ട്? ഇളയ മകനെ. ഓക്കെ, കർത്താവ് ഇളയ മകനെ മുടിയൻ പുത്രൻ എന്ന് പറഞ്ഞിട്ടില്ല. ഈ പോർഷൻ വായിച്ചാൽ നമ്മൾ ഈ മുടിയൻ പുത്രൻ എന്ന് വായിക്കുന്നില്ല. അപ്പനും പറഞ്ഞിട്ടില്ല. ഇവൻ്റെ സ്വന്തം അപ്പനും അത് പറഞ്ഞിട്ടില്ല. കർത്താവ് വാസ്തവത്തിൽ ഈ ഉപമയിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താ? ഈ ഇളയ മകനെ പോലെ നമ്മളാകണമെന്നാണോ, മൂത്ത മകനെ പോലെ ആകണമെന്നാണോ? ഇളയ മകനെ പോലെ ആകണമെന്നാണ്. അപ്പം ശരിക്കും ആരാ മുടിയൻ പുത്രൻ? മൂത്ത മകനാ. അത് നമ്മൾ അവസാനം വരും മനസ്സിലാക്കും. ഓക്കെ, അത്രയും മതി. ഇനി ഇങ്ങനെ ഒത്തിരി പറഞ്ഞു പോയാൽ ബേക്കുടിച്ചാൻ ഇനി എനിക്ക് ചാൻസ് തരത്തില്ല. സോറി, ഞാൻ ബേക്കുടിച്ചാനെ പറയുന്നത്, ബേക്കുടിച്ചാൻ എൻ്റെ കണ്ണു തുറന്ന നാൾ മുതലേ കണ്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ്. ഞാൻ പാണ്ടനാട്ടുകാരനാണെങ്കിലും വളർന്നത് അവിടെയാണ്. എന്നെ അറിയുന്നവരൊക്കെ പുറകിലിരിപ്പുണ്ട്, നിലമ്പൂരുകാരൊക്കെ. ശരി, പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. 2 പുത്രന്മാർ. ഈ 2 പുത്രന്മാരെ 2 വിധത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യരെയാണ് ഈ 2 പുത്രന്മാർ കാണിക്കുന്നത്. എക്കാലത്തുമുള്ള ലോകത്തിൽ ഇങ്ങനെ 2 പേര് ഈ ലോകത്തിൽ 2 കൂട്ടരുണ്ടാവും. 2 പേരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കൂട്ടർ എന്താണെന്നറിയാവോ? മാനസാന്തരപ്പെടുന്ന വ്യക്തി. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത്, ഇതെക്കാലത്തുമുള്ള മനുഷ്യവർഗത്തിൽ ഇങ്ങനെ 2 കൂട്ടരുണ്ടാവും. ഒരു കൂട്ടര് മാനസാന്തരപ്പെടുന്നവര്, മറ്റൊരു കൂട്ടര് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ല. ലൂക്കോസ് 15:7 വായിച്ചേ. 15:7 വാക്യം, വേഴ്സ് 7. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് അവർക്ക് ആവശ്യമില്ല. അവർക്ക് മാനസാന്തരപ്പെടണമെന്നില്ല. എത്ര എൻ്റെ ബ്രദറെ, എൻ്റെ സഹോദര, ഇല്ല, മാനസാന്തരപ്പെടത്തില്ല. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പവും എത്ര വേണേലും കൊണ്ട് ഒരു ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കാത്തത്, വാശി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അറിയാവോ? ഒന്ന് താഴെ ഇറങ്ങത്തില്ല. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ
മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി കർത്താവ് സന്തോഷിക്കും. അപ്പം മാനസാന്തരം കൊണ്ട്, ഈ മാനസാന്തരം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതിന് ആവശ്യമാണ്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, മാനസാന്തരം രക്ഷയ്ക്ക് മുന്നുള്ള ഒരു പടിയാണ്. മാനസാന്തരപ്പെട്ട്, ഈ മാനസാന്തരം രക്ഷയല്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം? ഒരു പാപി മാനസാന്തരപ്പെടണം. പക്ഷെ മാനസാന്തരപ്പെട്ടത് കൊണ്ട് അത് രക്ഷയാകുമോ? ചിലർ മാനസാന്തരപ്പെട്ട രക്ഷയാകുമെന്നാണ് വിചാരിക്കുന്നത്. വെറുതെ ഇങ്ങനെ കൈപൊക്കിയാൽ, ചുമ്മാ കൈപൊക്കി രക്ഷിക്കപ്പെടുക അല്ലേ? കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ രാപകൽ യാത്ര ചെയ്ത ഇവിടുത്തെ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, ദൈവദാസൻ, സുവിശേഷകൻ ഒരു കഥ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ചാണ്ടപ്പിള്ളച്ചായന് എവിടെയോ ഒരു സ്ഥലത്ത്, ഞാൻ ആ സ്ഥലമൊന്നും പറയുന്നില്ല, പുള്ളി സ്ഥലമൊക്കെ പറഞ്ഞു, എവിടെയോ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം അവസാനം ആഹ്വാനം ചെയ്തു, ആരെങ്കിലും ഈ രക്ഷിതാവിനെ കൈക്കൊള്ളുവാൻ ആവശ്യമുള്ളവർ, നമ്മൾക്കറിയാലോ, ഞാനൊന്നും എൻ്റെ വേർഡ്സ് ഒന്നും പറയണ്ട, നിങ്ങളുടെ കരങ്ങളെ പൊക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മുൻപോട്ട് വന്നാൽ ആരും പുള്ളി ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ സങ്കടത്തോട് പറഞ്ഞിട്ട് ആരും പൊക്കുന്നില്ല. അവസാനം തന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ച സ്ഥലം സഭയിൽ ഒരു മൂപ്പനാ പൊക്കി. എന്തേ പോയോ എൻ്റെ കർത്താവിൻ്റെ ദാസൻ? കാണുന്നില്ല, അവിടെ ഉണ്ടല്ലേ. പുള്ളി അങ്ങ് പൊക്കിയെന്ന്. അപ്പൊ അവസാനം ചോദിച്ചെന്ന്, എൻ്റെ ദേവദാസ, എൻ്റെ മൂപ്പനെ എന്തിനാ ഇങ്ങനെ ചെയ്ത്? എൻ്റെ പൊന്നു ബ്രദറെ, ആ കോട്ടയത്തു നിന്ന് ഈ ദേവദാസനെ ഇവിടെ വിളിച്ചു വരുത്തി ഈ പ്രസംഗിച്ച് താനിങ്ങനെ അവസാനം ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ കെഞ്ചുമ്പം ആരെങ്കിലും ഒരാളെങ്കിലും കൈ പൊക്കണ്ടേ? കൈ പൊക്ക. പണ്ട് ഇടുക്കിയിൽ ആരോ കൈ പൊക്കി, കരസ്മാറ്റിക് മീറ്റിംഗ് നടന്നപ്പം പ്രാർത്ഥിക്കാൻ പോകുകയാണ്, യൂട്രസിന് കംപ്ലൈൻ്റ് ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൈവെക്കാൻ പറഞ്ഞപ്പോൾ സഹോദരിമാർ ചിലർ കൈവൊക്കി കൊടുത്തി, സഹോദരന്മാരും കൈവൊക്കി. യൂട്രസിന് കംപ്ലൈൻ്റ് ഉള്ളവർ വെറുതെ കൈ പൊക്കിയാൽ രക്ഷയാണെന്ന് വിചാരിക്കുന്നവര് രക്ഷയല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടലല്ല. അങ്ങനെ അനേകരുണ്ട്. ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി, ഞാനൊരു ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആ ഭാഗം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതലുള്ള ഭാഗം ഒന്ന് വായിച്ചേ. 12-ാം അധ്യായം 43. ഇനി സ്പീഡിൽ വേണം, ഇനി ഞാൻ വായിക്കത്തില്ല കേട്ടോ. നിർത്തി നല്ല സ്ഫുടമായിട്ട് വേദവിജ്ഞാനം, വേദവായന, ഇതൊക്കെ ബാലസംഘത്തിലെ ഓരോ ഐറ്റംസ് അല്ലേ. ഓക്കെ, മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 43-45. ഓക്കെ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം, മൈക്രോഫോൺ പിടിച്ചോ, നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ച് സഞ്ചരിച്ചു. ഓക്കെ, അടുത്തത് കണ്ടെത്തുന്നില്ല. ഒരു അശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭൂതം അല്ലേ, നമ്മളിലൊക്കെ ഉണ്ടല്ലോ, എത്രയോ ഭൂതങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട് അല്ലേ. ആ പന്നിയുടെ മേലെ ഈ ചെകുത്താനെല്ലാം കൂടെ കയറിയപ്പോൾ എന്ത് ചെയ്തു? പന്നി എന്ത് ചെയ്തു? ഇരിക്കപ്രതി ഇല്ലാതെ കടലിൽ ചാടി ചത്തു. നമ്മുടെ ദേഹത്ത് എത്ര ഭൂതം ഉണ്ടെങ്കിലും അതിനെ വെച്ചുകൊണ്ട് നടക്കും, ചാകത്തില്ല. പന്നിക്ക് വരെ മാനസാന്തരം വന്നു, മനുഷ്യന് മാനസാന്തരമില്ല. ഇതുപോലെ ഭൂതം കുടിയിരുന്ന ഒരു മനുഷ്യൻ ആ സാത്താൻ വിചാരിച്ചു, ഇവിടെ ഇരുന്നിട്ടൊന്നും രക്ഷയില്ല, നീരുള്ള വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടോ എന്ന് പറഞ്ഞ് വേറെ ആരെയെങ്കിലുമൊക്കെ ഞാൻ തപ്പി പിടിച്ച് നടന്നു, ആരെയും കണ്ടില്ല. അവസാനം ഈ സാത്താൻ എന്ത് വിചാരിച്ചു? ഇടവെന്ന് എവിടെയും കിട്ടുന്നില്ല, എന്നാൽ ഞാൻ മുമ്പ് കുടിയിരുന്നിടത്ത് തന്നെ പോയി ആ വ്യക്തിയിൽ തന്നെ അങ്ങ് വസിക്കാമെന്ന് പറഞ്ഞ് പുള്ളി ഈ സാത്താന് തിരിച്ച് ഒരു മടങ്ങി വന്ന് ഈ ഹൃദയത്തിൽ മുമ്പിരുന്ന ഹൃദയത്തിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അവൻ്റെ ഹൃദയം ഒന്ന് വായിച്ചേ ദൈവ മക്കളെ, എന്താണ്?
ഞാൻ പുറപ്പെട്ടു ചെന്ന് എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് ഞാൻ അവൻ പുറപ്പെട്ട് പറയുന്നു. പോന്ന എൻ്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോക്കോളാം എന്ന് വിചാരിച്ച് ആ സാത്താൻ വന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. ആ സാത്താൻ പോയി മാനസാന്തരപ്പെട്ട് സാത്താനെയൊക്കെ ഇറക്കി വിട്ട് വീടങ്ങ് തൂത്തുവാരി അലങ്കരിച്ചു. ഇപ്പൊ കള്ളുകുടിയില്ല, വീടി വലിയില്ല, സ്വോത്ര കാഴ്ച ഇടാൻ തുടങ്ങുന്നു, യോഗത്തിന് പോകാൻ തുടങ്ങുന്നു, ബൈബിള് വായിക്കുന്നു, വീടങ്ങ് അലങ്കരിച്ചു. ഇറങ്ങിപ്പോയ സാത്താൻ തിരിച്ചു വന്ന് നീരില്ലാതെ അവന് വേറെ എങ്ങും ഇടവില്ലാതെ എന്നാൽ ഇരുന്നിടത്ത് തന്നെ വല്ല കൊള്ളി പോയി ഇരുന്നേക്കാന്ന് തിരിച്ചു വന്നപ്പോൾ വീടലങ്കരിച്ച് കുട്ടപ്പനാക്കിയിരിക്കുന്നു. അപ്പൊ ഈ സാത്താൻ എന്ത് വിചാരിച്ചു? തന്നിലും ബലമേറിയ എത്ര പേരെയാ? 7 ആത്മാക്കളെ വിളിച്ചോണ്ട് വാടാ നല്ല ഒരിടമുണ്ട്, നമുക്ക് പോയി ഇരുന്നേക്കാന്നും പറഞ്ഞ 8 പേര്, മുമ്പ് 1 ഉണ്ടായിരുന്നുള്ളൂ, 8 സാത്താൻ ഇവന്റെ വീട്ടിൽ വന്ന് താമസിച്ചു. കാരണം സാത്താന് താമസിക്കാൻ പറ്റിയ ഇടമായിട്ടാണ് അവനെ ഒരുക്കി വെച്ചിരിക്കുന്നത്, കർത്താവിന് താമസിക്കാൻ പറ്റിയ ഇടമായിട്ടല്ല. വായിക്കുന്നത് ആ മനുഷ്യന്റെ ഇപ്പോഴത്തെ സ്ഥിതി മുമ്പലത്തേലും ആന്നേ. ഞാൻ പറഞ്ഞ പോലെ കള്ളുകൂടി മാറി, വീഡിയോലി മാറി, യോഗത്തിന് പോകാൻ തുടങ്ങി, പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി, സ്വോത്ര കാഴ്ച കൊടുക്കാനും ഇടാനും ഒക്കെ തുടങ്ങി. ഭയങ്കര മാറ്റം വന്നതാ. ഇപ്പൊ ആണ്ട് സെൻട്രൽ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുക. അവൻ ഈ ധ്യാനത്തിന് പോയി നന്നായി വന്നവൻ, മൂത്ത മാനസാന്തരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. മാനസാന്തരം രക്ഷയല്ല, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യണം? വേദപുസ്തകത്തിലുണ്ടെന്നേ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 3:19, 3:19 ഒന്ന് വായിച്ചേ. എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളും. ദൈവത്തിങ്കിലേക്ക് തിരിയണം. കേവല മാനസാന്തരം രക്ഷയല്ല. നീ കേവലം മാനസാന്തരപ്പെട്ടത് കൊണ്ട് എന്തുണ്ടാകുകയില്ല? പാപമോചനം ഉണ്ടാകുകയില്ല, രക്ഷയുണ്ടാകുകയില്ല. നീ മാനസാന്തരപ്പെട്ടിട്ട് ഇന്നലെ വരെ ഞാൻ പോയിക്കൊണ്ടിരുന്നതായിരിക്കുന്ന എൻ്റെ ഈ ജീവിതം ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട്, എന്നോട് സുവിശേഷം പറഞ്ഞ ജോർജ് മാത്യു ചെയ്ത അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പേഴ്സണൽ വാഞ്ചലിസം എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മുൻപിൽ ഗോപിനാഥ്, ജോയ് ജോൺ, ജോർജ് PC, തോമസ് ഊട്ടി, സോവാൻസോ, നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇതുവരെയും സുവിശേഷം പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഉള്ള ബോധം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ 2 വഴി നിങ്ങളുടെ മുൻപിലുണ്ട്. ഒന്ന് നാശത്തിലേക്കുള്ള വഴി, അത് വിശാലമാണ്, അതിലേക്കൂടെ അനേകർ പോകുന്നുണ്ട്. മറ്റൊന്ന് ജീവങ്കലേക്കുള്ള വഴി, അത് ഇടുക്കമാണ്, അത് ഞെരുക്കമാണ്, അതിലേക്കൂടെ ചുരുക്കം പേരെ പോകുന്നുള്ളൂ. രക്ഷിതാവ് തന്നെ പറഞ്ഞാണ്, നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി നിങ്ങളുടെ ചോയ്സാണ്, തിരഞ്ഞെടുപ്പ് നിങ്ങളേതാണ്. മാനസാന്തരമുണ്ടായിട്ട് ഈ വഴി ശരിയല്ല, ഇത് നാശത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും, നരകത്തിൽ കൊണ്ടെത്തിക്കും. എന്തു ചെയ്യണം? മാനസാന്തരമുണ്ടായിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഈ കത്തോലിക്കരൊക്കെ ശിശുസ്നാനം നടത്തുമ്പോൾ, ശിശുസ്നാനം മുക്കുമെന്ന് പറയത്തേ ഉള്ളൂ, മുക്കത്തൊന്നുമില്ല. അതായത് അത്രയും ഒരു ബോധം അവർക്കുണ്ട്. കൊച്ചിനെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കിയിരുന്നല്ലോ, ചത്തുപോകില്ലേ? ഏതായാലും അവർ പറയുന്നത് പോലെ നമ്മളെപ്പോലൊക്കെ തന്നെയാണ്, പറയുന്നത് പോലെ പ്രവർത്തിക്കുകയൊന്നുമില്ല. പക്ഷേ അവിടെ തലതൊട്ടപ്പൻ എന്നൊരാളുണ്ടല്ലോ അല്ലേ, തലതൊട്ടപ്പൻ വന്നിട്ട് ഈ കുഞ്ഞിന് വേണ്ടി പറയും. എന്ത് പറയും? ഞാൻ സാത്താനെ ഉപേക്ഷിച്ച് മിശിഹായെ സ്വീകരിക്കുന്നു. സാത്താനെ ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, യേശുവിനെ കർത്താവായി ഹൃദയത്തിലേക്ക് വാഴിക്കണം. അപ്പോഴാണ് നീ രക്ഷിക്കപ്പെടുന്നത്. ഇതാണ് രക്ഷ. അതുകൊണ്ട് ഇങ്ങനെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, രക്ഷിക്കപ്പെടുന്നതിന് ശേഷം ഒറ്റ പ്രാവശ്യം മാനസാന്തരപ്പെട്ടാൽ മതി. മനസ്സിലായില്ലേ? രക്ഷിക്കപ്പെട്ടതിന് ശേഷമോ ദിനംതോറും മാനസാന്തരപ്പെടണം. എപ്പോഴും നമ്മൾക്ക് മാനസാന്തര അനുഭവം നമ്മൾ വേണം.
അത് രക്ഷിക്കപ്പെടാനല്ല, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, ഒരു ഗുണമാണ്, ഒരു പ്രത്യേകതയാണ് അവനിൽ മാനസാന്തരം. അപ്പോൾ ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഒന്ന് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി, മറ്റൊന്ന് മാനസാന്തരം കൊണ്ട് ആവശ്യമില്ല എന്നും പറഞ്ഞ് സ്വയനീതിക്കാരനായിരിക്കുന്ന വ്യക്തി. കുറച്ചുകൂടെ ഒക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത ഒരു കാര്യം, ഈ പോർഷൻ വായിച്ചു നോക്കിയാൽ രണ്ട് യാത്ര, നമുക്ക് രണ്ട് പുത്രന്മാർ, അത് കഴിഞ്ഞു. ഇനി നമുക്ക്, ഞാൻ ഈ ബാലസംഘത്തിലൊക്കെ സൺഡേ സ്കൂളിലൊക്കെ ഈ ആനിവേഴ്സറിക്കൊക്കെ പോകുമ്പോഴൊക്കെ കുട്ടികൾക്കോടൊക്കെ പറയുമ്പോൾ ലളിതമാക്കി പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോർഷൻ ലളിതമാക്കുന്നത്. ഈ ബാലസംഘമായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ടൊക്കെയാണ്. അവരുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ പഠിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഈ വേദഭാഗത്തെ നമുക്ക് ഇങ്ങനെ ലഘുവാക്കി പറയാനായിട്ട് സാധിക്കും. ഇനി രണ്ട് യാത്ര നമുക്കിവിടെ കാണാൻ കഴിയും. രണ്ട് യാത്ര. 13-ാം വാക്യം ഒന്ന് വായിച്ചേ. 13-ാം വേഴ്സ് 13. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ഒന്നാമത്തെ യാത്ര. ഇനിയും അടുത്ത യാത്ര 20-ാം വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. അടുത്തേക്ക് പോയി. ഒന്നാമത്തെ യാത്ര ഏതാ? അപ്പനിൽ നിന്ന് പോവുകയാണ് അല്ലേ? അവൻ അപ്പനിൽ നിന്ന് ദൂരദേശത്തേക്ക് പോവുകയാണ്. അതൊരു യാത്ര. ഇപ്പോഴത്തെ യാത്രയോ? അവൻ അവിടെ നിന്നും മാനസാന്തരപ്പെട്ട് അപ്പന്റെ അടുക്കലേക്ക് വരികയാണ്. ആദ്യം പോയതിന് നേരെ ഓപ്പോസിറ്റ്, വിപരീതമായ യാത്ര. മുമ്പേ പോയതിന് എതിരായ യാത്ര. ഇതാ ദൈവം ആഗ്രഹിക്കുന്ന യാത്ര. ഒന്ന് അപ്പനിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പനിൽ നിന്ന് ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. നാം ദൈവസന്നിധി വിട്ടകന്നു പോയാൽ എത്രത്തോളം നാം അകലുന്നുവോ അത്രത്തോളം നമ്മുടെ സമാധാനം നാശമാണ് വന്ന് ഭവിക്കുന്നത്. എന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടായാലും അപ്പനോട് ഒട്ടി നിൽക്കുന്നതാണ് അനുഗ്രഹം. മൂന്നാമത്തെ കാര്യം, രണ്ട് പ്രാർത്ഥന അവിടെ കാണാൻ കഴിയും. രണ്ട് പ്രാർത്ഥന, രണ്ട് വ്യക്തികൾ, രണ്ട് യാത്ര. ഇനി രണ്ട് പ്രാർത്ഥന കാണാൻ കഴിയും. വേഴ്സ് 12, 12-ാമത്തെ വാക്യം. അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ. അവൻ അപ്പനോട് ചോദിച്ചു വാങ്ങുകയാണ്. തന്നാൽ എന്താ? ഇതെല്ലാം കൂടെ ആർക്കാ കൂട്ടിവെച്ചോണ്ടിരിക്കുന്നത്? എൻ്റെ വക ഇങ്ങ് തന്നാ എന്താ? ചില മക്കളൊക്കെ പറയുന്ന അപ്പനോടും അമ്മയോടൊക്കെ കയർത്ത് സംസാരിക്കുന്ന സംസാരം കേൾക്കണം. നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും ദേശത്ത് നന്മ അനുഭവിപ്പാനും നീ എന്ത് ചെയ്യണം? നിന്റെ അപ്പനെയും അമ്മയെയും അനുസരിക്കണം. ഒരുപക്ഷെ അവരിൽ കുറവോ കൂടുതലോ ഒക്കെ വന്നാലും വചനം എന്ത് പറയുന്നു അതിന് മാറ്റമില്ല. ഇവിടെ പറയുന്നത് ദൈവത്തോട് ചോദിച്ചു വാങ്ങുകയാണ്. അപ്പാ എനിക്ക് തന്നാൽ എന്താ? ഞാൻ അതിന് അവകാശിയല്ലേ. വേഴ്സ് 18 and 19. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് പോലും ഒരു വേലക്കാരൻ, നിന്റെ വേലക്കാരിൽ ഒരുത്തനായിട്ടെങ്കിലും എന്നെ നോക്കി. ആ വ്യത്യാസം നോക്കി. ആദ്യം എന്താ ചെയ്തത്? ദൈവത്തോട് ചോദിച്ചു വാങ്ങുകയാണ്. ഇപ്പോഴോ പാടിയല്ലോ, എന്തേ? അണുപോലും അർഹതയില്ലാത്ത പന്നികൾ തിന്നുന്ന ആ തവിട് പോലും ഒരർഹതയുമില്ലപ്പാ എനിക്ക് ചോദിക്കുവാനായിട്ട്. അതാണ് ആ പ്രാർത്ഥനയിലുള്ള വ്യത്യാസം. ഇനി രണ്ട് അനുഭവങ്ങൾ. 14-ാമത്തെ വാക്യം. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് ആദ്യത്തെ ഭാഗം എന്തായിരുന്നു? അവൻ
ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ആ എല്ലാം ചിലവഴിച്ച ശേഷം ആ ദേശത്ത് ആ കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. ദൈവത്തെ വിട്ടു പോകുന്ന ഒരു വ്യക്തിയുടെ ദുരവസ്ഥ നോക്കിക്കേ. അവന് മുട്ടു വന്നു തുടങ്ങി. അവൻ വിചാരിച്ചത് എന്താ? ഈ അപ്പന്റെ സ്വത്തല്ല. അപ്പൻ എത്രയോ കെഞ്ചി പറഞ്ഞു കാണും അല്ലേ? മോനെ, അരുത് മോനെ, നീ അപ്പന്റെ വാക്കിന് നീ വില കൊടുക്ക്. തന്നാലെന്താ? അധികം വർത്താനത്തിനൊന്നും നിൽക്കാൻ എനിക്ക് നേരമില്ല. എനിക്ക് തരാനുള്ളത് വന്നിച്ചാൽ മതി. അവൻ വിചാരിച്ചു അവന്റെ കയ്യിലിരിക്കുന്ന ഈ സ്വത്തല്ല എന്നും അവന്റെ കയ്യിലിരിക്കുമെന്ന്. പക്ഷേ എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമുക്കുള്ള സകലതും ഒന്ന് തീർത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഈ മുടിയൻ പുത്രനെ പോലെ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു നിമിഷം മതി, ഇതെല്ലാം തീരാവുന്നതേ ഉള്ളൂ. അവന് മുട്ടു വന്നു തുടങ്ങി. ഇനി അടുത്തത് 24 വാക്യം ഒന്ന് വായിച്ചേ. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഒന്നാമത്തെ അനുഭവം എന്തായിരുന്നു? അവന് മുട്ടു വന്നു തുടങ്ങി. മനസ്സിലായില്ലേ? അവൻ സകലവും സ്വരൂപിച്ച്, വേഴ്സ് 14, അവൻ സകലവും സ്വരൂപിച്ച് അവൻ വിചാരിച്ചത് അവന്റെ കയ്യിലുള്ള അവന്റെ ആരോഗ്യം, അവന്റെ ബാലൻസ്, അവന്റെ ജോലി, അവന്റെ മക്കള്, അവന്റെ എസ്റ്റേറ്റ്, ബിസിനസ്, ഇതെല്ലാം എന്നും അവനോടൊപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വിചാരിക്കുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് ദൈവത്തെ വേണ്ട, ഇത് മതി എന്ന് വിചാരിച്ചു. ദൈവം ഇല്ലേലെന്താ? നമ്മൾ ആർക്ക് വേണ്ടിയായി അല്ലേ? നമ്മുടെ പിതാക്കന്മാർ അഷ്ടിക്ക് ഇല്ലാതെ ജീവിച്ച ഒരു കാലം അല്ലേ? അല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അവരാരും ഈ NYFI ക്യാമ്പിന് എന്തായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്? കഞ്ഞിയും പയറുതോരനും മോളിക്കൊച്ചമ്മ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ചീമോച്ചൻ്റെ ഭാര്യയെ മാങ്ങാ അച്ചാറും. ഇന്നത്തെ ബാലസംഘം ക്യാമ്പിൽ രാവിലെ കഞ്ഞിയും പയറും കൊടുത്താൽ പിള്ളേർ വരുമോ ക്യാമ്പിൽ? അവർക്ക് പൊറോട്ടയും ചിക്കൻ. അന്ന് പൊറോട്ട കണ്ടുപിടിച്ചിട്ട് പോലുമില്ല. ആ കാലത്ത് പൊറോട്ട കണ്ടുപിടിച്ചിട്ട് പോലുമില്ല. ഇന്നത്തെ പിള്ളേർക്ക് KFCയും ഫ്രൈഡ് ചിക്കനും പിന്നെ ബർഗറും മാക്ഡൊണാൾഡും. എന്തോ ആ ജീവിതം! വിദേശത്തൊക്കെ ഒന്ന് പോയി നോക്കി അറിയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയപ്പം എൻ്റെ ഇളയ മരുമോൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങളെ സൽക്കരിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ പോയി. ഒരു വ്യക്തിക്ക് 3600 രൂപയാണ് ചാർജ്. ഇതിനേക്കാളും വലിയൊരു ഹാള്, ലോകത്തുള്ള സകല ഫുഡ്, മസാല ദോശ വരെ അവിടെ ഉണ്ട്. അറിയാവോ? എല്ലാവിധ ഐസ്ക്രീം എന്ന് വേണ്ട നിരത്തി വെച്ചിരിക്കുകയാണ്. പ്ലേറ്റ് എടുക്കുക, ഒരു ഐറ്റം എടുത്തുകൊണ്ട് കഴിക്കുക, എന്നിട്ട് എഴുന്നേറ്റ് പോവുക, ആ പ്ലേറ്റ് അവിടെ വെക്കുക, വീണ്ടും അടുത്ത ഒരു പ്ലേറ്റ് എടുക്കുക. 100-160 വിഭവങ്ങൾ. പണ്ട് ഒരു തവി കഞ്ഞി, വീട്ടു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് PMച്ചാൻ്റെ വീട്ടിൽ പോകുമ്പോൾ, ഞാനും ശിവാനന്ദനും പോകുമ്പോൾ ഉണ്ടല്ലോ, കൊച്ചമ്മ വീട്ടു പ്രാർത്ഥനയ്ക്ക് അന്ന് വേഗുച്ചാൻ്റെ വീട്ടിലൊന്നൊക്കെ വല്ല അപ്പവും ഇറച്ചിയൊക്കെ കിട്ടത്തുള്ളൂ. ബാക്കി എല്ലായിടത്തുനിന്നും കട്ടൻ ചായയും വെണ്ണുവോ അല്ലെങ്കിൽ അവല് നനച്ചതും ഒക്കെയാ. അത് തന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഇല്ല, ഞങ്ങൾ കൊച്ചു പിള്ളേരെ വീട്ടിൽ തിരിച്ചല്ല, രാത്രി കൊണ്ടുവന്ന് ഇവിടെ കിടന്നോളാൻ പറയും. ആ തവിയിട്ട് ഇളക്കി 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 ആ കഞ്ഞിയും കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ അറിയാതെ കയറി വരുന്ന വറ്റും, രാവിലെ കഴിഞ്ഞ ദിവസം കണ്ട് ഉണ്ടാക്കി വെച്ച ഒരു പച്ചപ്പയറിൻ്റെ മെഴുക്ക് പുരട്ടിയൊക്കെ 3-4 കഷ്ണമൊക്കെ കൊണ്ടുവന്ന് അത് തിന്ന് സ്തോത്രം ചെയ്യും. അന്നും പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല, കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും, എന്നാലും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു.
അറിയാവോ? ഇന്നോ ഇന്ന് നമ്മുടെ മക്കൾക്കല്ല, 10 തലമുറയ്ക്കുള്ളത് ഇന്ന് നമ്മൾ അപ്പന്മാർ സമ്പാദിച്ചിട്ടുണ്ട്. 10 തലമുറയ്ക്ക്. ഈ തലമുറ എങ്ങനെയാ? തിരുവെഴുത്ത് വായിക്കുന്നുള്ള ദൈവമില്ലാത്ത മക്കൾ. ഈ ദൈവമില്ലാത്ത തലമുറയ്ക്ക് 10 തലമുറയ്ക്കുള്ളത് നമ്മളിന്ന് സമ്പാദിച്ചു. കഴിഞ്ഞ ദിവസം ആരാ പറഞ്ഞത്? നമ്മൾ വണ്ടിയെ പോകുമ്പോൾ പറഞ്ഞല്ലോ, ആരാ പറഞ്ഞു? മുല്ലപ്പെരിയാർ ഒന്ന് കനിഞ്ഞാൽ നമ്മളെല്ലാം അറബിക്കടലിൽ പോയി കിടക്കുന്നു അല്ലേ? ആരായിരുന്നു പറഞ്ഞല്ലോ നമ്മൾ വണ്ടിയെ പോകുമ്പോൾ? ആരോ ഒരാൾ പറഞ്ഞു. ഈ മഴയൊക്കെ കണ്ട്, ഈ വെള്ളപ്പൊക്കെ കണ്ടപ്പോൾ അറിയാം, മുല്ലപ്പെരിയാർ ഒന്ന് മനസ്സ് വെച്ചാൽ പുള്ളി അവർക്ക് എറണാകുളത്തുള്ളവരോട് ഒരു ദയ തോന്നിയാൽ, അപ്പോൾ അടുത്ത കമൻറ്റ് വേറൊരു ദിവസം പറയുക, അന്നായിരിക്കും ശരിക്കുള്ള ഐക്യം, കൂട്ടായ്മ, എല്ലാവരും ഒന്നിച്ചു പോയി കായലിൽ കിടക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്വരൂപിച്ച് വെച്ചതെല്ലാം ഇതേ ഉള്ളൂ. 2 അനുഭവങ്ങൾ. ഇനിയും 2 ആശ്രയം. ഒന്ന്, അപ്പനെ അനുസരിച്ച്, അപ്പനെ ആശ്രയിച്ച്, അപ്പൻ്റെ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും കുടുംബയോഗവും ആരാധനയും സൺഡേ സ്കൂളും ഒക്കെ കഴിയുന്ന അപ്പനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാശ്രയം. 2ാമത്തെ ആശ്രയം ഏതാണെന്നറിയാമോ? 15ാമത്തെ വാക്യം. അവൻ ആ ദേശത്തിലെ പൗരന്മാരെ ചെന്ന് പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. ആദ്യം ഈ മകൻ ആരെ ആശ്രയിച്ചാ ജീവിച്ചത്? അവന്റെ അപ്പനെ ആശ്രയിച്ചാ ജീവിച്ചത്. ഇപ്പോൾ അവൻ ആരെ ആശ്രയിക്കുന്നു? അവൻ അപ്പന്റെ വീട്ടിൽ എന്തെല്ലാം സുഖമുണ്ട്. അവൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ആശ്രയിച്ചു. ആ പൗരൻ ഇവൻ എന്തു കൊടുത്തു? ജോലി കൊടുത്തു. എന്താ ജോലി? ഇവനേറ്റവും വെറുക്കപ്പെടുന്ന പന്നിയെ മേയ്ക്കുന്ന ജോലി. പിന്മാറ്റക്കാരാ, അധപ്പതനം എന്ന് പറയുന്ന ഇതിനേക്കാളില്ല. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ദൈവത്തെ മറന്നു ജീവിച്ചാൽ, ദൈവത്തെ വിട്ട് പിന്മാറിയാൽ, ആ ദേശത്തിലെ പൗരൻ അവനേറ്റവും അറയ്ക്കുന്ന വെറുക്കുന്ന പന്നിയെ മേയ്ക്കാൻ ജോലി കൊടുത്തു. ശമ്പളമില്ല. ജോലിയുണ്ട്, ശമ്പളമില്ല. വേണ്ട, ശമ്പളം വേണ്ട. തിന്നാൻ എന്തെങ്കിലും തരാമോ? അതുമില്ല. എന്തൊരു ദുസ്ഥിതിയാ ജിക്കേങ്ങളെ. അതുമില്ല. വേണ്ട, ഈ പന്നി തിന്നുന്ന വാള വരെയെങ്കിലും ഇച്ചിരി എനിക്ക് തരാമോ? അതും അവന് കൊടുത്തോ? അതുപോലും അവൻ അതുവരെ ആഗ്രഹിച്ചു. എങ്ങനെ കഴിയേണ്ടവനാ, എങ്ങനെ അപ്പനോടൊപ്പം എങ്ങനെ കഴിയേണ്ടവൻ. ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം ദേശത്തിലെ പൗരനെ ആശ്രയിച്ചാൽ അവൻ നിന്നെ ഇങ്ങനെയാക്കി കളയും. പന്നിയെ മേയ്ക്കുന്ന ജോലി, ശമ്പളമില്ലാത്ത ജോലി, ഭക്ഷണമില്ലാത്ത ജോലി. ഈ പന്നി തിന്നുന്ന തവിട് അങ്ങനെ പാടിയല്ലോ അല്ലേ? പന്നികൾ തിന്നുന്ന തവിട് പോലും അത് തിന്നാൻ ആഗ്രഹിച്ചു, അതുപോലും അവന് കിട്ടിയില്ല. അഹങ്കരിക്കരുത്. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ മാനിച്ചതിൻ്റെ വില ഞാനൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോൾ പറയും. റെജി ഇപ്പം ഇവിടെയാണല്ലേ? റെജി ഇവിടെ അല്ലേ? ഇവിടെയാ. ഞാൻ പോകുമ്പോൾ ഫുജറയിലുണ്ട്. എന്ത് വലിയ ഫ്ലാറ്റിലൊക്കെ താമസിച്ചെന്നറിയാവോ അല്ലേ? അവിടുത്തെ ഫുജറയിലെ ടാൻകിന് അങ്ങനെയുള്ള അതിൻ്റെ ഏതാണ്ട് ഫിനാൻഷ്യൽ ഹെഡിലായിരുന്നു. എന്തൊരു വലിയ ഫ്ലാറ്റാണ്. എന്നാ ഇത് എന്താന്നറിയാവോ? ആ പാവം പിടിച്ച കുഞ്ഞുട്ടിച്ചാനും 90 എത്ര വയസ്സുണ്ട്? 96 വയസ്സുള്ള ആ കൊച്ചമ്മയും ദൈവത്തെ മാനിച്ചതിൻ്റെ മാന്യതയാണ് പ്രിയമുള്ളവരെ. മാന്യതയാണ്, വേറെ ഒന്നുമല്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. വേദോസ്തിലെ സെൻട്രൽ വേഴ്സ് എന്താണ്? വേദോസ്തിലെ മധ്യവേദ വാക്യത 118 സങ്കീർത്തനം, സാംസ് 118:18. എന്താ വാക്യം? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. വേദോസ്തിലെ ആദ്യത്തെ വാക്യം എന്താ? ആദിയിൽ ദൈവം. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും.
ആദിയിൽ ദൈവം. വേദപുസ്തകത്തിലെ അവസാനത്തെ വാക്യം എന്താ? ആമീൻ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണം. എനിക്കറിയാം, അത് കേൾക്കാനാണ് ഞാൻ എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ആമീൻ, കർത്താവായ യേശുവേ എന്ന് വരണമേ എന്നല്ല വേദപുസ്തകത്തിലെ അവസാന വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 മനസ്ഥിതി. 12-ാമത്തെ വാക്യം. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പനോട് ചോദിച്ചു വാങ്ങുകയാണ്. 19-ാം വാക്യം. ഇനി നിന്റെ മകൻ എന്ന വിളിക്ക് പോലും ഞാൻ യോഗ്യനല്ല. ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനുള്ളതായിരിക്കും 2 മനസ്ഥിതി. ഞാൻ നിർത്താൻ പോവുകയാണ്. 2 ഇടങ്ങൾ അതോടെ പറഞ്ഞ് ബാക്കി ഞാൻ എടുക്കുന്നില്ല. വേഴ്സ് 28. 2 ഇടങ്ങൾ. ഇപ്പോൾ ഈ ഇളയ മകൻ എവിടെയാ? 28-ാം വാക്യം വായിച്ചേ. അപ്പോൾ അവൻ കോപിച്ച് ആര്? ഈ മൂത്ത മകൻ കോപിച്ച് അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ. ആര്? മൂത്ത മകൻ. അവൻ വയലിലായിരുന്നു. വീടിനോട് അടുത്ത് വന്നപ്പോൾ ഈ സംഭവവികാസങ്ങളൊക്കെ കേട്ടു, കണ്ടു. മറ്റു വേലക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ വീട്ടിനകത്ത് കടപ്പാൻ മനസ്സില്ലാതെ. അപ്പൊ ഇപ്പൊ അവൻ എവിടെയാ? വീടിന് വെളിയില. ഈ ദൂരദേശത്ത് പോയി പാർത്ത് ഈ മുടിയൻ പുത്രൻ ഇപ്പൊ എവിടെയാ? വീടിന്റെ അകത്താ. വീടിന്റെ അകത്തിരുന്നവൻ വെളിയിലുമായി, വീടിന് വെളിയിൽ പോയവൻ ഇപ്പം വീട്ടിന്റെ അകത്തുമായി. ഈ വീടിന്റെ അകത്തിരുന്നവൻ വീടിന്റെ വെളിയിൽ പോകാനുള്ള കാരണം എന്താ കാരണം? അപ്പം പറഞ്ഞിട്ടാണോ? അല്ല. 29-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ അവനോട് ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു. നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. അവൻ സ്വയനീതിയാ. അവനിങ്ങനെ പറയുകയാണ്. അവനെ തന്നെ ഇങ്ങനെ പറയുകയാണ്, ഞാൻ കുഴപ്പക്കാരനൊന്നുമല്ല, ഇവനാണ് കുറ്റം. കർത്താവേ, ആ പ്രാർത്ഥിക്കാൻ പോയവർ പറഞ്ഞല്ലോ, ദൈവമേ ഇവനെ പോലെ അല്ല ഞാന്. സ്വയനീതി. ഈ മുടിയൻ പുത്രൻ അവിടെ ഇരുന്ന് മാനസാന്തരപ്പെട്ടു. നമ്മൾ വായിച്ചത്, എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ എത്ര പേര് തിന്നിട്ട് ശേഷിപ്പിക്കുന്നു. എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ, ഇവൻ്റെ അപ്പൻ്റെ കൂലിക്കാർ. ഞാനോ പട്ടിണി കിടന്ന് ചാകുന്നു. ഇതാര് വരുത്തി വെച്ചതാ? ഇതിൻ്റെ കാരണം ആരാ? സഭയിലെ മൂപ്പന്മാരാണോ? അപ്പനാണോ? അമ്മയാണോ? സഹോദരി സഹോദരന്മാരാണോ? നീ തന്നെ വരുത്തി വെച്ചതാ. നിന്റെ കയ്യിലിരിപ്പാ. കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല, മടങ്ങി വന്നാൽ മതി. അവൻ അവിടെ ആ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ഒന്നാമത്തെ, ഞാനിങ്ങനെ നമുക്ക് കെ പിൽ സാറൊക്കെ പറയാറുണ്ടല്ലോ, ഗോപിനാഥ് ഇങ്ങനെയൊന്ന് ചിന്തിച്ചാലെന്താ? നമുക്ക് ഇങ്ങനെയൊന്ന് ചിന്തിച്ചാലെന്താ? ആ മകൻ ഇറങ്ങിപ്പോയ അന്നേന് ആ നിമിഷം മുതൽ ആ അപ്പൻ ആ വീട്ടുവാതുക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മകൻ എന്ന് തിരിച്ചു വരും? അവൻ മടങ്ങി വരും. അവൻ എന്നും മടങ്ങി വരും. ഓ, അപ്പൻ വിചാരിച്ചതുപോലെ മടങ്ങി വന്നു. അവൻ ദൂരത്തു നിന്ന് വരും, മുഷിഞ്ഞ വസ്ത്രം. അവനെ കണ്ടാൽ അറയ്ക്കും. ഇവൻ തീരുമാനിച്ചു, അപ്പനോട് പോയി പറയണം, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ ഒത്തിരി തീരുമാനമൊക്കെ എടുത്തു. അപ്പൻ എന്ത് ചെയ്തു? ഇതുവല്ലോ അവനെ കൊണ്ട് പറയിപ്പിച്ചോ? കണ്ടുടനെ തന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്തു. ഇവൻ പറയാൻ ഉദ്ദേശിച്ച ഒന്നും അപ്പൻ ഇവനെ കൊണ്ട് പറയിപ്പിച്ചു പോലുമില്ല. കാലിന് ചെരുപ്പ്, കൈക്ക് മോതിരം, മേത്തരമായ അങ്കി, തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്ത് ഭക്ഷണം. ഓ, മടങ്ങി വരിക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, വചനത്തിലേക്ക് മടങ്ങി വരിക. ദൈവമാർക്കും കടക്കാരനല്ല. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
നിന്യമാം കാലങ്ങൾ മറന്നുപോയി സാധു പന്നികൾ തിന്നുന്ന തവിടു ഭുജിച്ച നിന്യമാം കാലങ്ങൾ മറന്നുപോയി